ഇന്നത്തെ റെസിപ്പി നമ്മുടെ അമൃതം പൊടിയും റവയും ഒക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള നല്ലൊരു മധുരത്തിൻ്റെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റാണ് കേട്ടോ ഇത്. ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല, സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഈ ഒരു സ്വീറ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് റവയാണ്. ഞാനിവിടെ 1/2 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ എന്തായാലും കുഴപ്പമില്ല. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി റവ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് അമൃതം പൊടിയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് റെഡിയാക്കാനായിട്ട് മെഷർമെൻറ്റ് കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്താൽ മതി. അതേ ഗ്ലാസ്സിൽ തന്നെ ഈ റവയും അമൃതം പൊടിയൊക്കെ ഒന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. ഞാൻ 2 കപ്പ് പശുവിൻ പാലാണ് കേട്ടോ ചേർക്കണത്. ഇത് ചൂടുപാലൊന്നുമല്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ്. ഇനി ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ഇതൊന്ന് മാറ്റി വയ്ക്കണേ. അപ്പോഴേക്കും നമുക്ക് ആ റവയൊക്കെ പാലിൽ കുതിർന്ന് കിട്ടും. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാൻ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. ഇത് നമുക്ക് ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ നമ്മുടെ ഈ റവയുടെയും അമൃതം പൊടിയുടെയും മിക്സ് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ട് 10 മിനിറ്റായി. കണ്ടോ, നമുക്കിത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി ഈ മിക്സ് നമുക്കൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ ഫ്ലെയിമൊന്നും കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചാലും പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിച്ചു പോവും. ഞാനിത് ഇളക്കാനായിട്ട് തുടങ്ങിയിട്ട് 4 മിനിറ്റായി. അപ്പോഴേക്കും കണ്ടോ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ സ്വീറ്റ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതെടുക്കണതാണ് കേട്ടോ ഒന്നും കൂടെ നല്ലത്. അപ്പോൾ ഒട്ടും തന്നെ അടുക്കി പിടിക്കില്ലല്ലോ. നമ്മളിത് ഇളക്കി കൊടുക്കും തോറും ഒട്ടിപ്പിടിക്കണ ഒരു പരുവത്തിലാണ് കേട്ടോ ഇതിരിക്കുക. അത് സാരമില്ല. ഞാനിതിവിടെ ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇപ്പം 8 മിനിറ്റായി. അപ്പോഴേക്കും കണ്ടോ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർക്കുന്നത്. നെയ്ക്ക് പകരം ഓയിലും ചേർക്കാം. നമ്മളിതിലേക്ക് ഓയിലോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു സ്റ്റിക്കി ടെക്സ്ചർ മാറിയിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വരണ പരുവത്തിലേക്ക് എത്തണത്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ളുപ്പും നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ തന്നെ പാനിൽ നിന്നൊക്കെ വിട്ട് വരണ പരുവായിട്ടുണ്ട്. നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ വിട്ട് കിട്ടുന്നില്ലെങ്കിൽ 1-2 ടീസ്പൂൺ നെയ്യോ ഓയിലോ കൂടെ ചേർത്താൽ മതി. ഞാനിത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 മിനിറ്റായി. ഇത്രയും ആയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയി കൈകൊണ്ട് പിടിക്കാൻ പാകമാകുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുത്ത ശേഷം നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. നമുക്കിതിന് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഞാൻ ഈ ഷേപ്പിലാണിത് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് ഈ ഒരു ബ്രെഡ് പൊടിയിലും കൂടി ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോണ തരത്തിലുള്ള സ്വീറ്റാണ് കേട്ടോ ഇത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകും. നമ്മൾ ചേർത്തിട്ടുള്ള ഏലക്കാപ്പൊടിയുടെയൊക്കെ ഒരു ഫ്ലേവറാണ് കേട്ടോ ഇതിന് മുന്നിട്ട് നിൽക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക്